ഭീമനർത്തകി. ഒരുപക്ഷെ ഭാരതേതിഹാസമായ മഹാഭാരതത്തിലെ ഏറ്റവും ശക്തനായ കഥാപാത്രമാണ് ഭീമൻ. ഭീമനർത്തകി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ സിനിമ പൂർണ്ണമായും പറയുന്നത് ജീവിതം പറയുന്നേയില്ല, സിനിമ മാത്രമേ എൻ്റെ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. ക്യൂരിയോസിറ്റി, ഇൻ്റലിജൻറ്റ്, നോവൽറ്റി, എഡ്യൂക്കേഷൻ, മോഷൻ, അഫെക്ഷൻ എന്ന് പറയുന്ന ധർമ്മങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഭീമനർത്തകി ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അണിയറ വിട്ട് അരങ്ങത്തേക്ക് പോകാം. ലക്ഷ്യത്തിൽ ശരമെയ്ത് തറച്ചപ്പോ എന്റെ മനം കുളിർത്തു. അമ്മേ, അമ്മ ഏത് കമ്മ? കൃഷ്ണേട്ടൻ പാടുന്നത് കേൾക്കാൻ എന്ത് രസമാണ്. എന്റെ കുട്ടിക്കായി ഒരുക്കിയ വിരുന്ന് നീയായിട്ട് നശിപ്പിച്ചു കളഞ്ഞല്ലോടി. അതെ, ഭാര്യയെ കാണുമ്പോ നമ്മുടെ കാര്യം മറക്കരുത്. കൺമുനയിൽ കൃഷ്ണൻ ഇവളെ കഥകളി സംഗീതം പഠിപ്പിക്കണ്ട. ഭീമൻ എന്ന് പറയുന്നത് ശാരീരികമായ യോഗ്യത കൊണ്ട് അമാനുഷികമായ ശാരീരിക പ്രകൃതിയുള്ള ഒരാളല്ല. കാര്യം എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞ ഒരു നർത്തകിയാണ്. ഒരു നർത്തകിയുടെ പരകായ പ്രവേശത്തിനിടയിൽ അവർ ഭീമനായിട്ട് കഥകളിയിൽ പകർന്നാട്ടം നടത്തുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് കഥാപാത്രത്തിൻ്റെ ത്രിമാന സ്വഭാവങ്ങളെ കടമെടുക്കും. കഥാപാത്രത്തിൻ്റെ ശരീരം, മനസ്സ്, ആത്മാവ് എന്ന് പറയുന്ന 3 സത്വങ്ങളെ നടി കടമെടുത്ത് കഴിയുമ്പോഴേക്കും കഥാപാത്രം അവരറിയാതെ തന്നെ അവരിലേക്ക് പരകായ പ്രവേശം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അവർ സ്വാഭാവികമായും അവരുടെ സത്വം മറന്നിട്ട് അവർ ഭീമനിലേക്ക് പോവുകയാണ്. 9 ഭാവങ്ങളും 27 പാർശ്വഭാവങ്ങളും കൃത്യമായി അവതരിപ്പിച്ചു പോകുന്നതിനിടയ്ക്ക് അവർ അവരുടെ സത്വത്തെ പൂർണ്ണമായും മറന്നിട്ട് ശൂന്യതയിൽ അദൃശ്യനായി നിൽക്കുന്ന ഭീമന്റെ സത്വത്തെ അവരറിയാതെ ഏറ്റെടുക്കുകയും അവർ മാനസികമായി ഭീമനായി മാറ്റപ്പെടുകയും ചെയ്യപ്പെടുകയാണ്. എൻ്റെ മറ്റ് കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരും ഇതേ വികാരം തന്നെ പ്രകടിപ്പിക്കുകയാണ്. അവരെല്ലാവരും അവരുടെ കഥാപാത്രങ്ങളായി പൂർണ്ണമായും പരകായ പ്രവേശം ചെയ്യപ്പെടുകയും പൂർണ്ണമായും കഥാപാത്രങ്ങളായി മാറി നിറഞ്ഞാടുകയും ചെയ്യുകയാണ്. ഒരു ചെപ്പിനുള്ളിൽ ഒതുക്കിയിരിക്കുന്ന അത്ഭുത കലയാണ് കഥകളി. ഇത് ഏത് ആട്ടക്കഥയാ? ദുര്യോധനവധം. അതാണോ കാര്യം? രണ്ടും എന്റെ കുട്ടികളല്ലേ. എന്റെ മകന്റെ മകൻ കൃഷ്ണൻ ഇനി ഒരു കാലത്ത് കലാക്ഷേത്രം നയിച്ചു കൊണ്ടുപോകേണ്ടവൻ. പൊട്ടക്കണ്ണൻ ഇത് കാണാൻ പറ്റില്ലല്ലോ. ഇതാ ഈ സ്നേഹ സമ്മാനം, ഛായാമുഖി. കഥകളിക്കൊരു പ്രത്യേകതയുണ്ട്. കാര്യം 24 അടിസ്ഥാന മുദ്രകളും 9 ഭാവങ്ങളും 27 പാർശ്വഭാവങ്ങളും കൊണ്ട് ഒരു നിഘണ്ടുവിലെ മുഴുവൻ വാക്യങ്ങളെയും പ്രകടിപ്പിക്കുന്ന മാസ്മരിക വിദ്യകളെ ഒരു ചെപ്പിനുള്ളിൽ ഒതുക്കിയിരിക്കുന്ന അത്ഭുത കലയാണ് കല്ലടിക്കോടൻ സമ്പ്രദായത്തിലും കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിലും ചിട്ടപ്പെടുത്തിയിരിക്കുന്ന കഥകളി. അപ്പോൾ നിശ്ചയമായിട്ടും കഥകളിക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഇത് മലയാളിയുടെ ക്ലാസിക്കൽ കലയാണ്. പൂർണ്ണമായും മലയാളിക്ക് മാത്രം അഭിമാനിക്കാവുന്ന നമ്മുടെ തനത് കലയാണ്. അങ്ങനെയാണെങ്കിൽ ഭീമനർത്തകി ആസ്വദിക്കുവാനും ഭീമനർത്തകിയിലൂടെ സഞ്ചരിക്കുവാനും നമ്മൾ പൂർണ്ണമായും ലക്ഷണമൊത്ത മലയാളത്തെ അറിയേണ്ടിയിരിക്കുന്നു. മദലഹരിയിൽ ആരാടി ജീവിതമറിഞ്ഞ നീ
വെയിലിറ്റുവാടാതെ മഴയിൽ കുതിരാതെ കാറ്റേറ്റു പൂഴിയിൽ വീണടിയാതെ നിന്നെ ചുമലേറ്റി ചിറകടിച്ചാകാശവീചികൾക്കപ്പുറം നക്ഷത്രലോകത്ത് കുടിയിരുത്താം നിന്നെ ചിറകടിച്ചാകാശവീചികൾക്കപ്പുറം നക്ഷത്രലോകത്ത് കുടിയിരുത്താം നിന്നെ സുരലോക സ്ത്രീരത്നമാക്കി മാറ്റാം. ഭീമനർത്തകിയിൽ ഭീമനായി പകർന്നാട്ടം നടത്തുന്നത് മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ നർത്തകിയും ഒരുപക്ഷെ ജന്മം കൊണ്ട് തന്നെ കലാകാരിയായി ജനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ നർത്തകി ശാലു മേനോനാണ്. എന്നെ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഭീമനാണ്. കഥാപാത്രം വിഴുകിയ നടിയാണ് ഞാൻ. പലരും എന്നോട് ചോദിച്ചായിരുന്നു, മലയാളത്തിൽ വളരെ മലയാള സിനിമയിൽ സാന്നിധ്യമറിയിച്ച ഒരുപാട് നടികളും നടന്മാരുമൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ശാലുവിൻ്റെ കയ്യിൽ ഭീമനെ ഏൽപ്പിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒരു ഉത്തരമേ ഉള്ളൂ, കാര്യം ഞാനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭീമൻ്റെ ചില ആംഗിക ചലനങ്ങളെക്കുറിച്ചും അവരുടെ കണ്ണുകളിലൂടെയുള്ള ഭാവപ്രകടനം നമുക്കറിയാം. അഭിനയിക്കുവാനായിട്ട് ഏതൊരു നടനും നടിയും ഉപയോഗിക്കുന്നത് ഈ കണ്ണുകളും രണ്ട് പുരുകവും ചുണ്ടും മൂക്കിൻ്റെ തുമ്പം ഈ പുരുകങ്ങളും വച്ച് മാത്രമേ അഭിനയിക്കാൻ പറ്റൂ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വച്ചിട്ട് നവരസങ്ങളും അഭിനയിക്കുവാനും കഥാപാത്രത്തിൻ്റെ മാനസിക തലങ്ങളിലൂടെ സഞ്ചരിച്ച് പ്രേക്ഷകൻ്റെ ചങ്കിലേക്ക് ചാട്ടുളി പോലെ തളച്ചു കയറുവാനും ഒരുപക്ഷെ ശാലു മേനോനെ പോലെ അത്ര മനോഹരമായിട്ട് കഥാപാത്രത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു നടി, ഒരുപക്ഷെ ഭീമനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന നടി മറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ചിന്തയിലും എൻ്റെ മനസ്സിലും വരുന്ന രൂപം ശാലു മേനോൻ തന്നെയാണ്. ശാലുവിൻ്റെ ശാരീരികമായിട്ടുള്ള ഒരു നടി എന്ന നിലയ്ക്കുള്ള യോഗ്യതകളും അവരുടെ കണ്ണുകളിൽ വിരിയുന്ന ഭാവപ്രകടനങ്ങളും അവരുടെ ശബ്ദവും അവർ വഴക്കി വച്ചിരിക്കുന്ന ഒരു ശാരീര ശബ്ദവും എൻ്റെ ഭീമനെ എന്തുകൊണ്ടും ഞാൻ വിചാരിക്കുന്ന പോലെ എൻ്റെ സ്വപ്നത്തിലെ ഭീമനെ പോലെ തന്നെ ഞാൻ എഴുതുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിരുന്ന ഭീമനെ അതേപടി സ്ക്രീനിൽ വരച്ചു കാണിക്കുവാൻ ആടിത്തകർക്കുവാൻ ശാലു മേനോന് സാധിച്ചു. ശാലു മേനോൻ ഭീമനായിട്ട് പകർന്നാട്ടം നടത്തുമ്പോൾ ശാലു മേനോന് ഭീമനായിട്ട് വളരണമെങ്കിൽ ഒപ്പം ദ്രൗപദി അതിനേക്കാൾ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ കൂടെ ഒരു സപ്പോർട്ട് കൊടുത്താൽ. അഭിനയം എന്ന് പറയുന്നത് കൊടുക്കൽ വാങ്ങലാണ്. ഒരാൾ അങ്ങോട്ടൊന്ന് കൊടുക്കുന്നു, മറ്റേയാൾ അത് വാങ്ങി തിരികെ വന്ന് കൊടുക്കുമ്പോൾ അത് വാങ്ങിയിട്ട് അതിലും മനോഹരമായി പ്രതിഫലിപ്പിച്ച് നൽകുകയാണ് അഭിനയം. അപ്പോൾ ശാലു മേനോന് എന്തു കൊടുത്താലും അത് ഏറ്റുവാങ്ങി തിരിച്ച് അഭിനയിക്കുവാനുള്ള അവസരം ഒരുക്കുവാൻ മടക്കി കൊടുക്കുവാൻ കെൽപ്പുള്ള ഒരു ദ്രൗപദിയെയും ഞാൻ കണ്ടെത്തിയിരുന്നു. അഡ്വക്കേറ്റ് വീണ എസ് നായരാണ് എൻ്റെ ചിത്രത്തിൽ ദ്രൗപദിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഏത് ദ്രൗപദി, ഏത് ഭീമൻ, അല്ലെങ്കിൽ തന്നെ ഇവരൊക്കെയുമായി എനിക്കെന്താ ബന്ധം? ഭീമനർത്തകിയുടെ നിർമ്മാണത്തിൽ ഞാൻ വിചാരിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം എനിക്ക് വന്നു ചേർന്നു. കാരണം എൻ്റെ മലയാളം അധ്യാപകൻ, കോളേജിൽ എൻ്റെ മലയാളം പ്രൊഫസർ അലിയാർ സാർ, നമുക്കറിയാം ശബ്ദകലയ്ക്ക് ഡബ്ബിങ്ങിന് ദേശീയ പുരസ്കാര ജേതാവാണ് എൻ്റെ ഗുരുനാഥൻ. ഒപ്പം കേരളം അറിയപ്പെടുന്ന നാടക പ്രവർത്തകനുമായിരുന്നു അലിയാർ സാർ. ചാത്തുപ്പണിക്കരായിട്ട് എനിക്ക് ധൈര്യപൂർവ്വം
ഈ കഥാപാത്രത്തെ ഏൽപ്പിക്കുവാൻ പറ്റുന്നത് എനിക്കൊന്നു മലയാളക്കരയിൽ പ്രൊഫസർ അലിയാർ എന്നതിലപ്പുറം മറ്റൊരാൾക്ക് ഈ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുവാനും ഈ കഥാപാത്രത്തെ പ്രകടിപ്പിക്കുവാനും സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് പൂർത്തിയായ ഉടനെ തന്നെ ഞാൻ സാറിനോട് വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാനൊരു കഥ പറയാം. അപ്പോൾ പറഞ്ഞു സന്തോഷമാണെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കഥ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നമുക്കിത് ചെയ്യാം. ഞാൻ പറഞ്ഞു സാറിൻ്റെ മുടി വെട്ടും, സാറിൻ്റെ മീശയൊക്കെ എടുക്കും, കുഴപ്പമില്ല, ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് എന്തിനും ഞാൻ വില്ലിങ്ങാണ്. വഴിപോക്കർക്കെടുത്ത് പ്രയോഗിക്കാവുന്ന കലയല്ല. സാഹിത്യം, സംഗീതം, നൃത്തം, നാട്യം, വാദ്യം, ചിത്രരചന തുടങ്ങിയ സുകുമാര കലകൾ സമഞ്ജസമായി സമ്മേളിച്ച കഥകളിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവർക്കേ അതെടുത്ത് പ്രയോഗിക്കാനാവൂ. സാറ് മലയാള അധ്യാപകനായിരുന്നു. വളരെ പ്രതിഭാധനന്മാരായിട്ടുള്ള ഒരുപാട് എഴുത്തുകാരുടെ ഒരുപാട് സൃഷ്ടികൾ വായിച്ചും പഠിപ്പിച്ചും ഒരുപാട് കഥാപാത്രങ്ങളുടെ ത്രിമാന സ്വഭാവങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് എൻ്റെ അധ്യാപകൻ. അതുകൊണ്ട് തന്നെ ഞാൻ ചാത്തുപ്പണിക്കരെ കുറിച്ച് ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മാനസികമായി കഥാപാത്രമായി മാറി. അത്ര വേഗതയിൽ കഥാപാത്രമായി മനസ്സിനെയും ശരീരത്തെയും ചിട്ടപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു നടൻ മലയാളക്കരയിൽ ജീവിച്ചിരിപ്പില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. കൊട്ടാരക്കെട്ടിനുള്ളിലും ജന്മിഗൃഹങ്ങളിലും ചുരുക്കം ചില ക്ഷേത്രങ്ങളിലും മാത്രമായി ഈ ക്ലാസിക്കൽ കലയെ ഒതുക്കി നിർത്തി. ഭീമനർത്തകിയിലെ ഞാൻ 3 ഗാനങ്ങൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഞാൻ കാലികമായി ജീവിച്ചിരിക്കുന്ന ആൾ, എനിക്കറിയാം സിനിമ ഒരുപക്ഷെ എല്ലാവരും കാണില്ല, പക്ഷേ സിനിമയുടെ കണ്ടന്റ് അറിയുവാനായിട്ട് എല്ലായ്പ്പോഴും നമ്മൾ പണ്ട് നസീർ സാർ അഭിനയിച്ച സിനിമ മുതൽ നമ്മൾ ഓർക്കുന്നത് സിനിമയിലെ പാട്ടുകളാണ് നമ്മളെ സിനിമയിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്, നമ്മളെ സിനിമ കാണിക്കുവാൻ, നമ്മളെ കാണുവാൻ വേണ്ടുന്ന ഒരു ത്വരയുണ്ടാക്കി തരുന്ന ഗാനങ്ങളാണ്. എൻ്റെ സിനിമയിൽ ഞാൻ 3 ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പും മലയാളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള പല സംഗീത സംവിധായകരെയും വെച്ച് ചിത്രങ്ങളുടെ ഗാനങ്ങൾ എൻ്റെ മറ്റ് ചിത്രങ്ങൾക്ക് ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും അവരൊന്നും എന്നെ തൃപ്തരാക്കുന്നില്ല. കാരണം എൻ്റെ സിനിമയുടെ മൂഡിലേക്ക് അത് ഉൾക്കൊള്ളുന്ന ഒരു സംഗീത സംവിധായകൻ വേണം. അങ്ങനെ ഞാൻ അന്വേഷിച്ചെത്തിയത് ദേവരാജൻ മാഷിൻ്റെ ശിഷ്യനായ അജയ് തിലകിൻ്റെ അടുത്താണ്. അപ്പോൾ എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു. ഞാൻ എഴുതിയ വരികൾക്ക് എൻ്റെ കഥ മൊത്തം ഞാൻ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത് അലിയാർ സാറിനോടും അജയ് തിലകിനോടും മാത്രമാണ്. അപ്പോൾ അജയോട് ഞാൻ ഈ കഥ മൊത്തം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയ വരികൾ ഏൽപ്പിക്കും. ഞാൻ തന്നെയാണ് എൻ്റെ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. കൊടുത്തിട്ട് പറയുമ്പോൾ അജയ് അത് ഒരു 3 ദിവസം കൊണ്ട് അത് ചിട്ടപ്പെടുത്തി എന്നെ കേൾപ്പിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഇനിയും ഒരുപാട് ഉപയോഗിക്കാവുന്ന, ഒരുപക്ഷെ മലയാളിയുടെ മനസ്സിലൂടെ മാനസിക വ്യാപാരത്തിനനുസരിച്ച് സഞ്ചരിക്കുവാൻ കഴിയുന്ന നല്ല ഒന്നാം തരം ദേവരാജൻ ശിഷ്യൻ തന്നെയാണ് അജയ് തിലക്. ഭീമൻ ദ്രൗപദിയോട് നടത്തുന്ന കഠിനമായ പ്രണയ അഭ്യർത്ഥനയാണ് സഖി ആരാധകൻ. അപ്പോൾ ആ ഗാനം സത്യത്തിൽ അമ്മു ജീവി എന്ന് പറയുന്ന പുതുമുഖ ഗായികയാണ് ചിത്രത്തിൽ പാടിയിരിക്കുന്നത്. അകലരുതയും സഖി ആരാധകനും പാടിയിരിക്കുന്നത് അമ്മു ജീവി എന്ന് പറയുന്ന പുതിയ പ്രവാസിയായ മലയാളി ഗായികയാണ്. ഒരുപാട് വർഷങ്ങളായി പാടാൻ ആഗ്രഹിച്ച് നടന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവരും പാടണം. അവർ സിനിമയെ പ്രണയിക്കുന്നെങ്കിൽ, ചലച്ചിത്ര ഗാനത്തെ പ്രണയിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അവരൊരു ഗായികയാകണം. ഞാൻ അവരെ വിദേശത്തു നിന്ന് വിളിച്ചു വരുത്തി അമ്മുവിനെ കൊണ്ട് ഗാനങ്ങൾ പാടിച്ചു.
ഭീമനർത്തകിയുടെ നിർമ്മാണത്തിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം. അപ്പോൾ മലയാളത്തിൽ ഒരുപാട് പ്രസിദ്ധരായിട്ടുള്ള ഛായാഗ്രാഹകന്മാരുണ്ടെങ്കിലും അവരാരും എന്നെ തൃപ്തിപ്പെടുത്തിയില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ മാനസിക വ്യാപാരത്തിനനുസരിച്ച് സഞ്ചരിക്കുവാൻ യോഗ്യനായ ഒരു സിനിമാറ്റോഗ്രാഫറെ തേടുമ്പോൾ എൻ്റെ മുന്നിലെത്തുന്നത് ജയൻ തിരുമല എന്ന് പറയുന്ന 45 വർഷത്തോളമായി ക്യാമറയുടെ സന്തത സഹചാരിയായി യാത്ര ചെയ്യുന്ന ഛായാഗ്രാഹകനെയാണ്. ഞാൻ ജയൻ തിരുമല എന്ന് പറയുന്ന ഛായാഗ്രാഹകനെ ഭീമനർത്തകിയുടെ ഛായാഗ്രാഹകനാക്കി. എന്നെയും അത്ഭുതപ്പെടുത്തി. കാരണം പ്രകാശത്തെ കൃത്യമായ അളവിൽ കടത്തിവിട്ട് ചിത്രം പതിപ്പിക്കുവാൻ കെൽപ്പുള്ള ഒരു സിനിമാറ്റോഗ്രാഫർ ജയൻ തിരുമലയ്ക്കപ്പുറം മറ്റൊരാളില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. എനിക്ക് തോന്നുന്നു നല്ല വ്യക്തമായ, നല്ല ശക്തമായ ശിക്ഷണത്തിൽ വളർന്നു വന്ന ഛായാഗ്രാഹകനാണ് ജയൻ തിരുമല. ആ നല്ല ഗുരുവിൻ്റെ അനുഗ്രഹവും നല്ല ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ എവിടെ എങ്ങനെ വച്ച് എങ്ങനെ ചിത്രം വരയ്ക്കണം എന്നതിനെക്കുറിച്ചുള്ള തിട്ടവും നല്ല ബോധവുമുള്ള ജയൻ തിരുമല എൻ്റെ ചിത്രത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. എൻ്റെ ചിത്രത്തിലെ ഓരോ നിശ്ചല ചിത്രങ്ങൾക്കും പ്രത്യേക മിഴിവ് നൽകി നിശ്ചല ചിത്രങ്ങളുടെ ചലനം സാധ്യമാക്കിയപ്പോൾ എന്നെയും തിരശീലയിൽ ഭീമനർത്തകി കണ്ട ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഛായാഗ്രാഹകനാണ് ജയൻ തിരുമല. ഭീമനർത്തകിയുടെ വിജയങ്ങളിൽ ഒരു ഭാഗം ജയൻ തിരുമലയ്ക്കുമാണ്. മുറച്ചെറുക്കൻ പാടുമ്പോ മുറപ്പെണ്ണ് നോക്കിയതാണോ നിന്നെ ചൊടിപ്പിച്ചത്? ഇനി എത്രയെത്ര കഥകൾ പാടി കേൾപ്പിക്കാനുള്ളതാ അല്ലേ കൃഷ്ണ? അഭിനയിക്കാൻ നാവ് വേണ്ടല്ലോ, പാടാൻ കണ്ണുകളും വേണ്ടല്ലോ. കൊട്ടാരക്കെട്ടിനുള്ളിലും ജന്മിഗൃഹങ്ങളിലും ചുരുക്കം ചില ക്ഷേത്രങ്ങളിലും മാത്രമായി ഈ ക്ലാസിക്കൽ കലയെ ഒതുക്കി നിർത്തി. ഭരതനാട്യവും മണിപ്പുരിയും കഥക്കും യക്ഷഗാനവുമെല്ലാം അതത് സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക ധാരകളുമായി അലിഞ്ഞു ചേർന്ന് അതിവേഗം വളർന്ന് വികസിച്ചു. കഥകളിയോ